ഹലോ ഓൾ ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽക്കി 2898 എഡിയുടെ എൻ്റെ ഒരു അഭിപ്രായങ്ങളും എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഡയറക്ടർ നാഗ് അശ്വിനാണ്. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോണാണ് ലീഡിംഗ് റോൾസ്. കൽക്കി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ അറിയാം വിഷ്ണുവിൻ്റെ 10ാമത് അവതാരമാണ്. അതിൻ്റെ ആ അവതാരത്തിൻ്റെ ഒരു ജനനവും അതിൻ്റെ ജനനത്തിൻ്റെ സംരക്ഷണവും ജനനത്തെ നശിപ്പിക്കാനും വേണ്ടി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞത്. ഇത് പടം നോക്കുവാണെങ്കിൽ ഇതൊരു പ്യുവർ സൈഫൈ മിക്സ്ഡ് അപ്പ് ഓഫ് ഹിന്ദു മിത്തോളജിയാണ് സിനിമ വരുന്നത്. നിങ്ങളിപ്പം സൈഫൈ, ആക്ഷൻ, അഡ്വഞ്ചറസ് അങ്ങനെയുള്ള ഇതിനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പടം ഒരു വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ്, സ്റ്റോറി, നറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും പടം ശരിക്കും സൈഫൈ ആയിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോഴത്തേനും അടിപൊളിയാണ് കേട്ടോ. ഒരു ടെക്നിക്കൽ വൈസ് ഇതിൻ്റെ മേക്കിംഗ് അടിപൊളി ആയിട്ട് തന്നെ ആക്ഷൻ കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ്, ക്യാരക്ടർ നറേഷൻ, സ്റ്റോറി നറേഷനോട്ടൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഒരു 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 അടിപൊളി ഫീൽ കിട്ടിയില്ല ശരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാഷണൽ ലെവൽ സാധനം പടം വരുന്നു എന്ന് പറയുമ്പോഴത്തേനും അതുപോലെ തന്നെ കുറേ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര രീതിയിലുള്ള റോളുകളും കാര്യങ്ങളും ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് പടത്തിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇതിന്റെ ഗ്ലിംസ് വീഡിയോ ട്രെയിലറൊക്കെ വളരെ അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാധനമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേനും ഇതിനകത്തൊരു സാധാരണ നമ്മൾ മാസ് പടങ്ങളിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് കുത്തിക്കേറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹീറോയുടെ ഒരു ഇൻട്രൊഡക്ഷനിലൊക്കെ വരുമ്പോഴത്തേനും കണ്ടതിനെക്കാട്ടിലും വലുതാണ്, കേട്ടതിനെക്കാട്ടിലും വലുതാണ്, ഗുരുകിന സത്യം എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന പോലെ ഇതിനകത്ത് തള്ളി മറിക്കാണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം പ്രഭാസിന്റെ അതിന് വേറെ ആളാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെയൊക്കെ പോകുമ്പോഴത്തേനും എനിക്കതൊന്നും അത്ര സുഖിക്കാത്തതായിട്ടും മാസ് കുത്തി കയറ്റാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഇൻട്രൊഡക്ഷനിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അതൊക്കെ മാറ്റി നിർത്തി നോക്കുവാണെങ്കിൽ പടം അടിപൊളിയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ഒരു പേസ് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു ഒരു സ്പീഡ് കുറഞ്ഞ പോലെ. പക്ഷെ ആക്ഷനിലോട്ടും സൈഫൈ എലമെന്റ്സിലോട്ടെല്ലാം വരുമ്പോഴത്തേനും പടം ടോപ്പാണ്. ഇതിന്റെ വിഎഫ്എക്സ് ചെയ്തേക്കുന്നത് അടിപൊളിയാണ്. അടിപൊളിയായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പടത്തിന് തരാൻ സാധിക്കും. ഞാൻ മലയാളമാണ് കണ്ടത്. മലയാളം ഡബ്ബിന്റെ ആയിട്ടുള്ള ചെറിയ പോരായ്മകൾ എനിക്ക് തോന്നി. തമിഴ് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. നിങ്ങൾ ശരിക്കും ഒരു സൈഫൈ, ആക്ഷൻ, ഹിന്ദു മിത്തോളജി എന്നുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പടം കൂടുതലായിട്ട് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഈ ഞാൻ പറഞ്ഞത് അറിയോ, ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ചെറിയ പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഇതിന്റെ നറേഷൻ അത്ര വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല. അവിടെ ശരിക്കും നല്ല ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പടം നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇത് ഇത്ര നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളായിട്ടുള്ള ഒരു പടം ഇന്ത്യയിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെ ഇനി ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണം തന്നെ പറയാനായിട്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള മാഡ് മാക്സ്, ഡൂൺ അങ്ങനെയുള്ള സിനിമകളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ കോപ്പി അടിച്ചിട്ടില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ട്. എന്നാലും പടം നിങ്ങൾക്കൊരു എബോവ് ആവറേജ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ പടത്തിന് തരാൻ സാധിക്കും. ഇതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. പടത്തിന് ഇനി സെക്കൻഡ് പാർട്ട് കൂടെ വരാനുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പോകുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഗുഡ് ബൈ. അപ്പം ഗുഡ് ബൈ പറയുന്നതിന് മുന്നേ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. അപ്പം